അമ്പട ആരെ ഈ മരത്തിൽ കയറിയിരിക്കുന്നതെന്ന് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇത് ഒന്നൊന്നര പുലിയാണ്. ഇതൊരു പുലിയാണ് കയറിയിരിക്കുന്നത്. യവം പുലിയാണ് കേട്ടാ. മറയൂർ ചന്ദന റിസർവിലാണ് ഈ കാഴ്ച. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മറയൂരിൽ നാച്ചുവയിൽ കുപ്പനോട ഭാഗത്താണ് ഈ പുലി മരത്തിൽ കയറിയിരിക്കുന്നതായിട്ട് കണ്ടത്. ചന്ദനമരം സംരക്ഷിക്കുന്ന വാച്ചന്മാരാണ് ആശങ്കയിലായത്. കയറിയിരിക്കുന്ന സ്ഥലം നോക്ക്. ചന്ദനമരത്തിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഭാവ വ്യത്യാസവും ഇല്ല. അവൻ പുലിയാണ്. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ആശങ്കയിലാണോ വാച്ചർമാർ? രാവിലെ കയറിയിരിക്കുകയാണല്ലോ, കാഴ്ചകളൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട്. അതും കയറിയിരിക്കുന്നത് ചന്ദനമരത്തിലല്ലേ? ഡോക്ടർ അരുൺ, ഇന്നലെ മറയൂരിൽ റോഡ് തടസ്സപ്പെടുത്തിയ ആനയുടെ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് മറയൂരിൽ നിന്നും വരുന്ന വാർത്ത മരത്തിൽ കയറിയിരിക്കുന്ന പുലിയുടെ വാർത്ത തന്നെയാണ്. അവിടെ ഈ ചന്ദന റിസർവിനുള്ളിലാണ് മരത്തിൽ കയറിയിരിക്കുന്ന നിലയിൽ പുലിയെ കണ്ടെത്തിയിരിക്കുന്നത്. വാച്ചർമാർ വലിയ രീതിയിൽ ആശങ്കയിലാണ്. കാരണം രാത്രിയിലൊക്കെ ഈ വാച്ചർമാർ ഒറ്റയ്ക്കാണ് ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിൽ ചന്ദനമരം സംരക്ഷിക്കാനായി മുന്നോട്ട് നീങ്ങുന്നത്. അതിനിടയിൽ ഈ പുലിയുടെ മുന്നിൽ അകപ്പെടുമോ എന്നൊരു ആശങ്ക വാച്ചർമാർക്കുണ്ട്. ജനവാസ മേഖല അല്ലെങ്കിൽ കൂടി കുറേയധികം ഈ ചന്ദനമരം സംരക്ഷിക്കുന്ന ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ വലിയ ആശങ്കയിലാണ്. ഈ പുലിയെ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചന്ദന റിസർവിനുള്ളിൽ കൂട് സ്ഥാപിച്ച ശേഷം പുലിയെ പിടികൂടണമെന്നൊരു ആവശ്യവുമായി ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒന്നിലധികം തവണകളിലായി ഈ പുലിയെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉഷാറാണ് പുലി. ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു കൂസലുമില്ലാതെ മരത്തിൽ കയറിയിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പല തവണകളായി കണ്ടിട്ടുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. അരുൺ, എന്താല്ലേ, കുപ്പനോട് ഭാഗത്താണ് പുലിയെ കണ്ടെത്തിയത് മറയൂരിൽ. ഇന്നലെ മറയൂരിൽ വഴിമുടക്കി നിന്നത് കാട്ടാൻ. ഇന്ന് മറയൂർ പോയാൽ കാണാൻ പറ്റുന്നത് ചന്ദനമരത്തിലൊരു പുലി. യഥാർത്ഥത്തിലുള്ള പുത്തൂരിലുള്ള സുവോളജിക്കൽ പാർക്ക് മറയൂരിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ കൂടുതൽ വന്യജീവികളെ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട സാഹചര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ മറയൂരിനെ എന്തിനാ പറയുന്നത്? ഈ നാട്ടിലുടനീളം ഇപ്പോൾ സുവോളജിക്കൽ പാർക്ക്